നമ്മളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ടാണ് ബീഹാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത്. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നത് NDA പിന്നോട്ട് പോകുമെന്നും മഹാഗഠബന്ധൻ RJD, തേജസ്വി ലാലു പ്രസാദ്, പിന്നീട് കോൺഗ്രസ്, ഇടതുകക്ഷികൾ അവർക്ക് മുൻതൂക്കം കിട്ടുന്ന ഒരു സർക്കാരായിരിക്കും ബീഹാറിൽ വരികയെന്നാണ് നമ്മളൊക്കെ കരുതിയത്. സംഭവിച്ചത് നേരെ തിരിച്ച. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ ഒരു ചെറിയ എത്തിനോട്ടമാണ് നമ്മളിവിടെ നടത്തുന്നത്. എൻ്റെ ഈ എത്തിനോട്ടം പൂർണ്ണമായും ശരിയായിരിക്കും എന്ന വാദം എനിക്കില്ല. എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് രേഖപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. ഇതെൻ്റെ മാത്രം അഭിപ്രായം അല്ല. ഞാൻ കണ്ടത്, കേട്ടത്, ചിന്തിച്ചത്, ആലോചിച്ചത് ഒക്കെ. 2019 ഇലക്ഷനിൽ, പാർലമെൻറ്റ് ഇലക്ഷനിൽ 2020, 2019 NDA തോൽക്കാനുള്ള സാധ്യത നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. കാരണം നോട്ടു നിരോധനം അതൊരു വല്ലാത്ത തീരുമാനമായിരുന്നല്ലോ. ജനങ്ങൾ തെരുവിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു. ഒരുപാട് പേര് മരിക്കുകയും ചെയ്തു. അതിൻ്റെയൊന്നും പ്രത്യാഘാതം ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ടില്ല എന്നുള്ളത്. NDA തൂത്തുവാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അജയ്യ ശക്തിയായിട്ട് 56 ഇഞ്ചോടുകൂടി ഇന്ത്യയിൽ ഭരണസാരഥ്യം 2ാം തവണ ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെ വിലയിരുത്തുന്നത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അമേരിക്കയിൽ നമ്മൾ കണ്ടതാണ്. തോറ്റിട്ടും സ്ഥാനം വിടാൻ തയ്യാറാകാത്ത ഒരു പ്രസിഡന്റിന് അവിടെ നല്ല ശതമാനം വോട്ട് കിട്ടി എന്ന് ആലോചിക്കുമ്പോൾ അയാൾ കാണിച്ച ഭ്രാന്തമായ പ്രവർത്തനങ്ങൾ, ജനത്തിൻ്റെ ഹിതം എങ്ങനെ ആയി വരണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജനാധിപത്യ ബോധമുള്ള, ചിന്തിക്കാൻ കെൽപ്പുള്ള ഒരു സമൂഹം ഉയർന്നു വരുമ്പോൾ മാത്രമേ ജനാധിപത്യം അതിൻ്റെ തനതായ രീതിയിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യൂ എന്നുള്ളതാണ്. ഇപ്പോഴീ ബീഹാർ ഇലക്ഷനിൽ നമ്മൾ മറിച്ചു ചിന്തിക്കാൻ കാരണം ഈ കോവിഡിൻ്റെ വ്യാപന വേളയിൽ ഉണ്ടായ മൈഗ്രേഷൻസ്. ഏകദേശം 1400 കിലോമീറ്റർ വരെ നടന്ന ആളുകൾ, കുടിയേറ്റ തൊഴിലാളികൾ ബീഹാറിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ദുരിതത്തിൻ്റെ അങ്ങേ അറ്റമായിരുന്നു. 2 ദിവസത്തിന് മുമ്പ് ഒരു സുഹൃത്ത്, അവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പോയിട്ട് അവിടുത്തെ പരിതാപകരമായ അവസ്ഥ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മാസ്ക് ധരിക്കുന്നില്ല, ധരിച്ചാൽ അത് മൂക്കിന് താഴെയാണ്, എങ്ങനെ ധരിക്കണമെന്ന് പറയിക്കാൻ ആരുമില്ല, പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞത്. കോവിഡിന് വേണ്ടി പ്രഥമ സ്ഥാനം മാറ്റിവെച്ചുകൊണ്ട് പല രോഗികളെയും ഒരു കട്ടിലിൽ 2 പേരാണ് കിടക്കുന്നു എന്ന് പറഞ്ഞത്. കേരളത്തിലെ അവസ്ഥയാണ്. ഓക്സിജൻ കിട്ടാതെ കുട്ടികൾ മരിച്ച ഉത്തരേന്ത്യയിലെ ദയനീയമായ സ്ഥിതി കോവിഡ് വ്യാപന വേളയിൽ പറയേണ്ടതുണ്ടോ? മാസ്ക് ധരിക്കാത്ത ജനം മാസ്ക് ഇട്ട ജനമാണ്. അന്ധകാരത്തിൻ്റെ മാസ്ക് ധരിച്ച ജനമെന്നാണ് ഞാൻ കരുതുന്നത്. തൊഴിലില്ലായ്മ ബീഹാറിൽ അങ്ങേയറ്റം പെരുകിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയെ പോലെ തന്നെ. ഈ അടുത്ത കാലത്ത് അവിടെ വെള്ളപ്പൊക്കമുണ്ടായി. ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഉണ്ടായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. എന്തുകൊണ്ടാണ് ബീഹാറിൽ വീണ്ടും നിതീഷ് കുമാറും NDAയും ഭരണത്തിൽ കയറുന്നത്? അതിൻ്റെ കാരണമാണ് വലിയ ദുരൂഹമായ കാരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അറിയാവുന്ന കാരണങ്ങൾ, കണ്ടെത്താവുന്ന കാരണങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുക.
35% ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. നമ്മളിത് സംസാരിക്കുന്നത് ഇ ഗവേണിങ്ങിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും അതുണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യന് എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഉത്കണ്ഠപ്പെടുന്ന ഒരു വേളയിൽ നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിൽ 100-ൽ 35 പേർക്ക് സ്വന്തം പേരെഴുതാനോ വായിക്കാനോ അറിയില്ല എങ്കിൽ ആ ജനം എവിടെ നിൽക്കുന്നു? അവരെ ഈ നിലയിലേക്ക് നയിച്ച മുൻ ഭരണാധികാരികളുടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള. ബീഹാറിൻ്റെ പോവർട്ടി റേറ്റ് 32.91, ഏകദേശം 33 ആളുകൾ ദരിദ്ര രേഖയ്ക്ക് താഴെ. ഇതിന് മുകളിലുള്ള ആളുകളുടെ വരുമാനം വർഷം $610, ഏകദേശം ദിനം പ്രതി 118 രൂപയാണ്. ഇതിന് മുകളിലുള്ള ഏകദേശം 33% ആളുകൾക്ക് മുകളിലുള്ള ആളുകളുടെ വരുമാനമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ദയനീയമായ അവസ്ഥ എന്താണിത്? ജനങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ചിന്തിക്കാൻ അവരെ തടയുന്ന ശക്തികൾ ഏതൊക്കെയാണ്? സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും മഹനീയമായ സംഭവം വിഭജനവും അതുമായി ബന്ധപ്പെട്ട രക്തച്ചൊരിച്ചിലുകളുമായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭാവി ഭാഗധേയത്തെ നിശ്ചയിക്കാൻ വിലങ്ങു തടിയായി നിൽക്കുന്നത് ജാതിചിന്ത, മതചിന്ത എന്നൊക്കെ പറയാൻ അമാന്തിക്കേണ്ട കാര്യമില്ല. ജാതി സംഘടനകൾ ഉണ്ടാകുക, ജാതി പാർട്ടികൾ ഉണ്ടാകുക തള്ളിക്കളയാനാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയെ ഇന്നിൻ്റെ ദുഃഖത്തിൽ പിടിച്ചു നിർത്താൻ ജാതി കോമരങ്ങളെ ഇളക്കി വിട്ട് അവരുടെ വോട്ട് നേടിയ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ജനത്തിന് ഗുണം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ടാണ് ജാതി സംഘടനകൾ ഉയർന്നു വരുന്നത്. ഉയർന്നു വരുന്നവരോ തൻകാര്യത്തിനു വേണ്ടി മാത്രം ആ സംഘടനയെ ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിപ്പെടുമ്പോൾ നമ്മൾ ബീഹാറിൽ ഇപ്പോൾ കണ്ടത് ജാതിപരമായ വേർതിരിവിൻ്റെ കൂട്ടായ്മകൾ തന്നെയാണ്. അവിടെ സംഭവിച്ച അരിത്തമാറ്റിക് ഏറ്റവും കൂടുതൽ ജാതിയെ ഒരു കുടക്കുള്ളിൽ നിർത്താൻ സാധിച്ചവർക്ക് വിജയിക്കാൻ സാധിച്ചു എന്നാണ്. അരിത്തമാറ്റിക് മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച് തങ്ങളുടെ കുടക്കീഴിൽ കൂടുതൽ ജാതികളെ നിർത്താൻ സാധിച്ചു എങ്കിൽ അപ്പോൾ ദാരിദ്ര്യം, വിദ്യാഭ്യാസമില്ലായ്മ, മെഡിക്കൽ സൗകര്യത്തിൻ്റെ അപര്യാപ്തത, ട്രാൻസ്പോർട്ട് ഇല്ലായ്മ, ആഹാരമില്ലായ്മ, ഇതിലൊക്കെ ഉപരിയായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ ജാതി മതചിന്തകൾക്ക്? ഏറ്റവും നല്ല ഉദാഹരണം പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ വന്ന വേളകളിലൊക്കെ അദ്ദേഹം പറഞ്ഞ ജനങ്ങളോട് പറഞ്ഞ കാര്യത്തിലൊന്നാണ് ബാബറി മസ്ജിദിന് പകരം ഞങ്ങൾ രാമക്ഷേത്രം പണിയുന്നു. പോരെ? നിർവൃതിക്ക് ഇതിലപ്പുറം എന്താ വേണ്ടത്? ഇനി ഈ ജാതി സംഘടനകൾ ഉണ്ടായിട്ട് ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായ ഒരു അഴിമതി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വായിച്ചത് ഓർമ്മിക്കുകയാണ്. കാലിത്തീറ്റ കുംഭകോണം. കാലിത്തീറ്റ കടത്തിയ ഒരു വണ്ടിയുടെ നമ്പർ പരിശോധിച്ചപ്പോൾ ലോറി എന്ന് എഴുതിയിട്ടാണ്. അതൊരു മോപ്പടിൻ്റെ നമ്പറായിരുന്നു. വായിച്ചത് ഇപ്പോഴും ഓർമ്മ. അങ്ങനെ ഇപ്പം അദ്ദേഹം ജയിലിലാണ്. BSP, മായാവതി, രാംവിലാസ് പസ്വാൻ ഇവരൊക്കെ കാലാകാലങ്ങളിൽ BJPയോടൊപ്പം ചേരാൻ മടിക്കുന്നവരുമല്ല. അതിൽ പലരും. ഈ നിതീഷ് കുമാർ തന്നെ ഒരു കാലഘട്ടത്തിൽ മോഡിക്ക് ശക്തമായി എതിരായിരുന്നു. മോഡി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ മോഡി ഇങ്ങോട്ട് പ്രസംഗിക്കാൻ വരണ്ട. അതിന് പറഞ്ഞ കാരണം മുസ്ലിം വോട്ട് നഷ്ടപ്പെടും എന്നതുകൊണ്ടാണ്. ഈ നഷ്ടപ്പെടുത്തലിൻ്റെ കണക്കാണ് പല പാർട്ടികളെയും പലതിനും വേണ്ടി ചിന്തിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റു കണ്ട സ്വപ്ന ഇന്ത്യ, ഒരു ആധുനിക മനുഷ്യൻ്റെ ഇന്ത്യ, എവിടെ
എന്ന് വരുമെന്നാണ്. ഈ നിതീഷ് കുമാർ മോഡി പ്രധാനമന്ത്രി പദത്തിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ NDAയിൽ നിന്ന് പുറത്തു വന്ന ആളാണ് അദ്ദേഹം. ഇപ്രാവശ്യ ഇലക്ഷൻ തെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞത് യുഗപ്രഭാവ പുരുഷൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, അദ്ദേഹം പുതിയൊരു ബീഹാർ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. എപ്പോഴും പുതിയതാണ് നൽകുന്നത്, പഴയതൊക്കെ അട്ടത്തിരിക്കും. പുതിയ പൊന്തി വന്നുകൊണ്ടേയിരിക്കും. പുതിയ ഒരു ബീഹാർ നിങ്ങളുടെ മുമ്പിൽ സബ്കാ വികാസ് തരാനായിട്ട് ഇപ്പോൾ യുഗപുരുഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. വ്യക്തിമാഹാത്മ്യത്തിൻ്റെ പിറകെ പോകാൻ ഇന്ത്യക്കാരെ വിട്ടാൽ കൾട്ട് നേതാക്കളും എല്ലാ സമൂഹത്തിലും ഉണ്ട്. പല സമൂഹങ്ങളിലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന രക്ഷപ്പെട്ട കാഴ്ചയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യത്തിൻ്റെ പൂർണ്ണ അർത്ഥം ഉൾക്കൊള്ളാത്ത ഒരു സമൂഹത്തിനകത്ത് നമ്മൾ പെട്ടുപോയതിൻ്റെ വിഷമം ചില്ലറയൊന്നുമല്ല നമ്മെ അലട്ടുന്നത്. ഈ JDU 41 സീറ്റ് അങ്ങാണ്ടേ നേടിയിട്ടുള്ളൂ. BJP 74 സീറ്റ് നേടി. മനഃപൂർവ്വം JDU നിതീഷ് കുമാറിൻ്റെ കക്ഷിയെ തറപറ്റിക്കാൻ വേണ്ടി തന്നെയാണ് JLP പസ്വാന്റെ മകനെ രംഗത്തിറക്കി. ഏകദേശം 10-14 സീറ്റുകളിൽ തോൽവി ഉറപ്പിച്ചു അയാൾ നിതീഷ് കുമാറിനെ. BJP കളിച്ച കളിയാണ് ഈ ബിടക്കാക്കി തനിക്കാക്കുക, ധൃതരാഷ്ട്ര ആലിംഗനം എന്നൊക്കെ പറയുന്നത് പോലെ. അകാലിദൾ എന്തിന് അദ്വാൻജി രഥയാത്ര സംഘടിപ്പിച്ച അദ്വാനി, ഞാനൊരു ഫോട്ടോ കണ്ടു. അതിനകത്ത് നരേന്ദ്രമോദി ഒരു മൂലയ്ക്ക് നിൽക്കുകയാണ്, ബാക്കിയെല്ലാവരും വലിയ മുഖത്തോടു കൂടി ഒരു മൂലയ്ക്ക് നെരുങ്ങി ഞാനും ഉണ്ടേ എന്ന് കാണിക്കത്തക്ക രീതിയിൽ നരേന്ദ്രമോദി നിൽക്കുന്നു. പണ്ടേ ഉള്ള ഫോട്ടോയിൽ ആ നരേന്ദ്രമോദി അദ്വാനിയെ ഒതുക്കൽ. അവിടെ തദ്വാധിഷ്ഠിത രാഷ്ട്രീയ നിലപാടുകൾക്ക് പ്രശ്നമേയില്ല, അങ്ങനെ ഒരു അജണ്ട ഇല്ല, തൻകാര്യസിദ്ധി. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ JDU വീണു പോകുമെന്നാണ് നിതീഷ് കുമാർ പറഞ്ഞു. നീ അടുത്ത ഇലക്ഷനിലേക്ക് ഞാനില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തിന് പിന്തുടർച്ചക്കാരനായിട്ട് ആരുമില്ല തന്നെ. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജാതി സംഘടനകൾക്ക് ഉദാഹരണമാക്കാവുന്ന ഒന്നാണ് ഈ JDUവിൻ്റെ ഇന്നത്തെ നില. ഇദ്ദേഹം നിതീഷ് കുമാർ എന്ന് പറഞ്ഞത് JLPയെ കുറിച്ച് BJP ചിന്തിക്കട്ടെ എന്നാണ്. നിതീഷ് കുമാറിന് മറ്റു വഴികളുണ്ട്, അതൊക്കെ അദ്ദേഹം ആലോചിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഇനി കോൺഗ്രസിൻ്റെ നിലപാട് നമുക്ക് നോക്കാം. ഇവിടെ മഹാഗഡ്ബന്ധനിൽ അവർ 70 സീറ്റിൽ മത്സരിച്ചു. ആനപ്പുറത്തിരുന്ന തഴമ്പ് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആനപ്പുറത്തുനിന്ന് സങ്കല്പത്തിൽ ജീവിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പറച്ചിലും വാക്കും പ്രവൃത്തിയും കണ്ടു കഴിഞ്ഞാൽ ജനഹിതമെന്നുള്ളത് 7 അയലത്തെങ്കിലും അവരിലൂടെ പോയിട്ടുണ്ടോ? 70 സീറ്റാണ് ചോദിച്ചു വാങ്ങിച്ചത്. ഈ തഴമ്പ് കാണിച്ചുകൊണ്ട് ജയിച്ചതോ 20 സീറ്റുകളിലാണ്. ഇതുപോലെ UPയിലും അങ്ങനെ ആയിരുന്നു. 105 സീറ്റ് അന്ന് അവിടുത്തെ മഹാഗഡ്ബന്ധനിൽ ചോദിച്ചു വാങ്ങിച്ച് വെറും 7 സീറ്റുകളിലാണ് ജയിച്ചത്. ഇവിടെ RJDക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയിരുന്നു എങ്കിൽ തേജസ്വി മുഖ്യമന്ത്രി പദമായി രംഗത്ത് വരുമായിരുന്നു. ഇതിനെ തടയിട്ടത് എലക്ഷൻ മാത്രമല്ല, കോൺഗ്രസ് കൂടിയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും എടുക്കുന്ന ഈ നിലപാട് തറപറ്റി ഈ കഴുത തേഞ്ഞ് കട്ടുറുമ്പാകുക എന്നൊരു ചൊല്ലുണ്ട്. മലയാളത്തിലുണ്ടോന്ന് അറിയില്ല, തമിഴിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ആയിരിക്കുകയാണ് കോൺഗ്രസ്. എന്നാലും ഉപ്പുപ്പാൻ്റെ ആനയെ താലോലിക്കുന്ന അവർ പക്ഷേ ഈ ഇലക്ഷനിൽ, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്ത്രീകൾ പുരുഷന്മാരെ പിന്തള്ളിക്കൊണ്ട്
വോട്ട് ചെയ്യാൻ വരുന്നു എന്നത്. അതൊരു നല്ല അവരെ ആർക്ക് വോട്ട് ചെയ്താലും ശരി സ്ത്രീകൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യം വന്ന സ്ത്രീകളൊക്കെ ദൗർഭാഗ്യവശാൽ NDAക്ക് വോട്ട് ചെയ്തു എന്നൊരു ദുഃഖസത്യം കൂടെ കാണാതിരിക്കാനും. ഈ പോൾ പ്രഡിക്ഷൻ എന്തുകൊണ്ട് തെറ്റി? ഈ സ്ത്രീകളെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പത്രക്കാർ തുനിഞ്ഞില്ല. അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തുമില്ല. അവരൊക്കെ വീട്ടിനകത്താണ്. വീട്ടിനകത്തുള്ളവരെ പറഞ്ഞു പറ്റിക്കാൻ പുറത്തു വരുന്നവരെക്കാളും എളുപ്പമല്ലേ? ഇനി ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ, ലിറ്ററസി, ധനപരമായ കാര്യങ്ങൾ, ആരോഗ്യരംഗത്തെ കുത്തഴിഞ്ഞതി, ഇതൊക്കെ BJPക്കെതിരെ പോയില്ല. അവിടെ മോഡി തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു. എല്ലാ പഴിയും എല്ലാ ദേഷ്യവും ജനങ്ങൾക്ക് നിതീഷ് കുമാറിനോടായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഉവൈസിയുടെ കാര്യം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ വിലപിക്കുന്നത് കേട്ടാൽ ഈ ഉവൈസിയെ ബോംബെറിഞ്ഞ് കൊല്ലാൻ തോന്നും. അങ്ങനെയാണോ? ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ കാലാകാലങ്ങളായി സെക്യുലറായി ചിന്തിക്കുവരെന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവൂല. കാരണം ഒരു മുസ്ലിം നേതാവ് ജിന്നയ്ക്ക് ശേഷം അവരുണ്ടാക്കിയെടുത്തിട്ടില്ല, ഉണ്ടായി വന്നിട്ടുമില്ല. കാലാകാലങ്ങളിൽ സെക്യുലർ പാർട്ടികളെ ഹിന്ദുക്കളായ നേതാക്കളെ ഭരിച്ചുകൊണ്ടാണ് അവർ ഇതുവരെ മുമ്പോട്ട് പോയതെങ്കിൽ പറ്റിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ്, ഈ തിരിച്ചറിവ് ഇന്ത്യയിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തെറ്റായ രീതിയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശരിയായ ദിശയിലേക്ക് നയിക്കപ്പെടുമെങ്കിൽ ഉവൈസിമാർ, എല്ലാ ജാതി മതങ്ങളിൽപ്പെട്ട ഉവൈസിമാർ പൊന്തി വരേണ്ടത് ഇന്ത്യയുടെ രാഷ്ട്രീയ മാറ്റത്തിന് നിദാനമായ ഘടകമായി പ്രവർത്തിക്കേണ്ടതാണ്. ഉവൈസി, ഞാൻ അദ്ദേഹത്തെ പണ്ട് വെറുത്തിരുന്നു. പിന്നീട് അടുത്ത് നോക്കി കണ്ടപ്പോൾ അങ്ങനെയല്ല. അദ്ദേഹം ഒരു മോഡേൺ മാൻ, ആധുനിക മനുഷ്യനാണ്. IS ഇസ്ലാം എന്ന് അല്ല എന്ന് പറയുന്ന വ്യക്തികളിൽ ഒരാളാണ്. മനസ്സുകൊണ്ടെന്തോ പരസ്യമായി പറയേണ്ടതുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ കോളേജിൽ ആകെയുള്ള കുട്ടികളിൽ ഭൂരിപക്ഷവും സ്ത്രീ കുട്ടികളാണ്, പെൺകുട്ടികളാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പക്വതയോടുകൂടി അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് തോന്നുന്നേയില്ല. അവിടെയും മതേതരമായി ചിന്തിക്കുന്നവരെ മതപരമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ സെക്യുലർ പാർട്ടികൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒവൈസി മത്സരിച്ച മേഖല സീമഞ്ചൽ ബംഗാൾ അതിർത്തിയിലാണ്. അദ്ദേഹം പരിതാപപ്പെടുന്നത് കോൺഗ്രസോ മറ്റ് മതേതര കക്ഷികളോ ഇന്ത്യൻ പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. സീമഞ്ചൽ അതിൻ്റെ ദുഃഖം പേറുന്ന സ്ഥലമാണ്. ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് സീമഞ്ചൽ. അതുകൊണ്ട് തന്നെ ഉവൈസിക്ക് മറ്റൊരു കാര്യം കൂടി, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഈ മതേതര കക്ഷികൾ ഇദ്ദേഹത്തെ കുറ്റം പറയുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തുകൊണ്ടാണ് BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ഇവരുടെ എല്ലാവരുടെയും വാതിൽക്കൽ മുട്ടി, എന്നെ അവർ എടുക്കാൻ പേടിച്ചു. കാരണം ഞാൻ ഉൾപ്പെടുകയാണെങ്കിൽ അവരുടെ ഹിന്ദു വോട്ട് ചോർന്നു പോകുമോ എന്ന പേടി. അവിടെയാണ് ഈ മതജാതി പേടി ഇന്ത്യയിലെ മതേതര കക്ഷികളെ പിടികൂടിയിരിക്കുന്നു, പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ ജനതയ്ക്ക് രക്ഷപ്പെടാനാവില്ല. പക്ഷേ ജാതിബോധം മാത്രം വെച്ച് കരുത്തെ വിശകലനം ചെയ്ത് തീരുമാനിക്കുന്ന ഒരു ജനത കുറ്റം പറയാനൊക്കാത്ത തരത്തിൽ നിരക്ഷരരായി സാമാന്യ ജീവിതം തടയപ്പെട്ട് തെരുവിൻ്റെ മക്കളായി കഴിയുമ്പോൾ അവരുടെ ചിന്ത കാലങ്ങൾ കൊണ്ട് മാറുമായിരിക്കും.
കാലം മാറ്റുമായിരിക്കും. ആധുനികതയുടെ ഒരു രീതി അവരുടെ ഇടയിൽ കടന്നു വരേണ്ടതുണ്ട്. ആ വിദ്യാഭ്യാസം അവർ നേടേണ്ടതുണ്ട്. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇടതുപക്ഷങ്ങളുടെ വിജയം ഒരു നേരിയ വെള്ളി വെളിച്ചമാണ്. അങ്ങനെ പറയുമ്പോൾ യാഥാസ്ഥിതിക ഇടതുപക്ഷത്തിനെ ഒഴിച്ചു നിർത്തേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആദിവാസി മേഖലകളിൽ അവരോടൊപ്പം തന്നെ ദളിത് വിഭാഗങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് കാലാകാലങ്ങളാൽ CPI-ML ജനങ്ങളുമായി അടുത്തിടപഴകി അവരുടെ രക്ഷിതാക്കളായിട്ട് തങ്ങളെ അവർക്ക് മാറ്റിത്തീർക്കാൻ ഒത്തത് കൊണ്ടാണ് ഇന്ത്യയെ വിഴുങ്ങാൻ നിൽക്കുന്ന ഹൈന്ദവ ഫാസിസത്തിനെതിരെ ഉണ്ടായി വരേണ്ട മുന്നേറ്റങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ 2-3 ഇന്ത്യയിലെ ജാതി സംഘടനകൾ, അതിലെ നേതാക്കൾ സ്വാർത്ഥത മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള CPI-ML പോലത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒക്കെ ഒരു ഐക്യനിര ഉണ്ടാകുകയാണെങ്കിൽ ഇന്നത്തെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് തന്നെ ഹിന്ദു ഫാസിസത്തെ മാറ്റി നിർത്താനാവുമെങ്കിൽ തന്നെയും നാച്ചുറൽ സെലക്ഷൻ ഇന്ന് അവർക്ക് അനുകൂലമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനെ പോലും വിലക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഫാസിസ്റ്റ് രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അനിവാര്യതമായതിനെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.